പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഒട്ടേറെ വിനോദ മേഖലകളുണ്ട്. നമ്മുടെ കേരളം ഉൾപ്പെടെ ഒട്ടേറെ സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒട്ടേറെ വിദേശ വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. കാഴ്ചയൊക്കെ കാണാനും താമസിക്കാനുമൊന്നും ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ അതിഥികളായി എത്തുന്ന ഇവർക്ക് അസുഖം എന്തെങ്കിലും വന്നാൽ ചികിത്സ നൽകാൻ യാതൊരു നിർവാഹവുമില്ലായിരുന്നു. ഇന്ത്യൻ മണ്ണിൻ്റെ മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് അസുഖം വരാനുള്ള സാധ്യതകളും കൂടുതലാണല്ലോ. എന്നാൽ ഇപ്പോൾ ആ വിഷമകരമായ കാര്യത്തിനൊരു വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഒരു സന്തോഷകരമായ വാർത്തയാണിപ്പോൾ അവർക്കായി എത്തിയിരിക്കുന്നത്. അവയവമാറ്റം ഒഴികെ എന്ത് ചികിത്സയും രാജ്യത്തെത്തുന്ന വിദേശീയർക്ക് ഇനി നൽകാം. വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണല്ലേ. അവയവമാറ്റം ഒഴികെയുള്ള ഏത് ചികിത്സയ്ക്കും രാജ്യത്ത് എവിടെ നിന്നും ചികിത്സ ലഭ്യമാക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇന്ത്യയിലെത്തിയതിനു ശേഷം വിദേശ സഞ്ചാരികൾക്ക് എന്തെങ്കിലും തരത്തിൽ അസുഖം വന്നാൽ ഇതുവരെ ചികിത്സ നേടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ താമസിക്കാനെത്തിയ വിദേശികൾക്ക് അസുഖം മൂർച്ഛിച്ച അവസ്ഥയിലും ചികിത്സ ലഭ്യമാക്കാതെ ബുദ്ധിമുട്ടിയിരുന്നു. ആശുപത്രികളിൽ പ്രാഥമിക വിസ മെഡിക്കൽ വിസയാക്കി മാറ്റാൻ അവർ ആവശ്യപ്പെട്ടിട്ടും ചികിത്സ ലഭിച്ചിരുന്നില്ല. ഇനി മുതൽ നിലവിലുള്ള വിസ പ്രകാരം അവർക്ക് രാജ്യത്തെ ഏത് ആശുപത്രിയിൽ നിന്നുള്ള OP വിഭാഗത്തിൽ നിന്നും ചികിത്സ നേടാം. പ്രാഥമിക വിസയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം രോഗികൾക്ക് ചികിത്സ ലഭിക്കാൻ വൈകുന്നതുകൊണ്ടാണ് ഇത്തരമൊരു ഇളവ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത്. അതെന്തായാലും ആശ്വാസകരമായ ഒരു തീരുമാനം തന്നെയാണ്. രോഗം വന്നത് ഇന്ത്യയിലെത്തുന്നതിന് മുൻപാണെങ്കിലും ചികിത്സ ലഭ്യമാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്നതിനിടെ രോഗബാധിതരായ വിദേശ സഞ്ചാരികൾക്ക് അവരുടെ വിസ മെഡിക്കൽ വിസയാക്കി മാറ്റേണ്ടിയിരുന്നു. ഇന്ത്യയിലെ പല ആശുപത്രികളിലും ഇത്തരം സൗകര്യങ്ങളില്ല. മെഡിക്കൽ വിസ ഇല്ലാത്തതിൻ്റെ പേരിൽ വിദേശികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന സംഭവങ്ങൾ അതിനാൽ സാധാരണയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് വിസ മെഡിക്കൽ വിസയാക്കി മാറ്റണമെന്നായിരുന്നു ആശുപത്രി ആവശ്യപ്പെട്ടിരുന്നത്. പുതിയ ഭേദഗതി അനുസരിച്ച് OP ചികിത്സ ആവശ്യമായ കേസുകളിൽ നിലവിലുള്ള വിസ ഉപയോഗിച്ച് തന്നെ ചികിത്സ നേടാനാവും. വിദേശ സഞ്ചാരികൾക്ക് 180 ദിവസത്തിൽ കുറഞ്ഞ കിടത്തി ചികിത്സ ആവശ്യമായി വരുന്ന സന്ദർഭത്തിലും അവരുടെ പ്രൈമറി വിസ ഉപയോഗിച്ച് തന്നെ ചികിത്സ നേടാനാവും. എന്നാൽ അവയവമാറ്റ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ മെഡിക്കൽ വിസ നിർബന്ധമാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ചികിത്സകൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നതിനാൽ വിസ മാറ്റുന്നതിനുള്ള സാവകാശം രോഗിക്ക് ലഭിക്കും. ഇന്ത്യ സന്ദർശിക്കുന്നതിനിടെ ഉണ്ടായ രോഗത്തിന് 180 ദിവസത്തിൽ കുറഞ്ഞ കിടത്തി ചികിത്സ ആവശ്യമായി വരികയാണെങ്കിൽ പ്രൈമറി വിസ മെഡിക്കൽ വിസയാക്കി മാറ്റുന്നതിൽ നിന്ന് വിദേശികളെ കഴിഞ്ഞ വർഷം തന്നെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു. അത് കൂടുതൽ ഉദാരമാക്കുകയാണിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള രോഗങ്ങൾക്ക് ചികിത്സ നേടുന്നതിനും പ്രൈമറി വിസ ബാധകമാക്കിയാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെത്തുന്നതിന് മുൻപേ രോഗബാധിതനായിരുന്നെങ്കിൽ കൂടി പ്രൈമറി വിസയെ തന്നെ 6 മാസത്തിൽ കവിയാത്ത കിടത്തി ചികിത്സ നേടാനാവും. എന്നാൽ അവയവ ശസ്ത്രക്രിയയ്ക്ക് ഇത് ബാധകമാക്കിയിട്ടില്ല. ചികിത്സ തേടുന്നതിന് വിസ മാറ്റണമെന്ന നിബന്ധന ഒട്ടേറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അസുഖം അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത്തരമൊരു നിയമം രോഗികളുടെ മനുഷ്യാവകാശം ചോദ്യം ചെയ്യുന്നതാണെന്ന വിമർശനം മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം വിമർശനങ്ങൾക്കാണ് മോദി സർക്കാരിൻ്റെ നടപടിയിലൂടെ ഒരു മാറ്റമുണ്ടായിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.